രാവിലെ തന്നെ എനിക്കെന്തോ വലിയ അസുഖം എന്ന് പറഞ്ഞോണ്ട് എല്ലാരും കൂടെ പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വളരെ അച്ചടക്കമുള്ള ലൈഫ് ആയതുകൊണ്ട് ഇപ്പൊ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഊണുവർക്കൊക്കെ. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ ഇല്ലാത്ത അസുഖം വല്ല വരുമെന്നാണ് എന്റെ പേടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എഴുത്തും വായന അറിയാത്ത ഇവിടെ എന്ത് കഥയാണോ ഇവിടെ എഴുതണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. മതി ഇനി അധികം കാണുകയറി ചിന്തിച്ചു വേണ്ട. അല്ലേലും ഗൈനക്കിനെ കാണാൻ പോവാ പറഞ്ഞ അപ്പൊ തുടങ്ങും ഓരോരുത്തരുടെ കള്ളച്ചിരിയും അതും ഇതും. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാട് നന്നാവാ. എന്നെ കണ്ടപ്പോ തന്നെ ഡോക്ടർ പറയാം PCOD എല്ലാ ലക്ഷണങ്ങളും കുട്ടിയുടെ മുഖത്തുണ്ട്. സിസ്റ്റ് ഉണ്ടോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കാൻ ചെയ്യേണ്ടോ. സിസ്റ്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീട്ടിലിരിക്കുന്ന വാപ്പാക്കും മക സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത വണ്ടി ഓരിവിടെ എത്തി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓരന്നെ ഉണ്ടാവും. അൾട്രാസൗണ്ട് ചെയ്യണേ പിന്നെ വയറ് നിറച്ച് വെള്ളം കുടിക്കണത്ര. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിപ്പിച്ച് എന്റെ ഉമ്മ ഒരു വഴിയാക്കി. ഇതെനിക്ക് ഉമ്മ വീട്ടിൽ നിന്ന് കുറച്ച് സംസമുള്ള ഒരു കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുവന്നു. അത് കണ്ടപ്പോ എന്റെ കണ്ണീന്ന് മുല്ലപ്പെരിയാർ അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. ഞാൻ എന്തായാലും ഇങ്ങനെ അയ്യോ. അങ്ങനെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ സിസ്റ്റും PCOD ഒന്നുമില്ല. പക്ഷെ വിസറൽ ഫാറ്റ് ഭയങ്കര കൂടുതൽ. അതെങ്ങനെയാ മന്തിയും മച്ചനൈസ് അല്ലാണ്ട് ഇറങ്ങൂലല്ലോ. പിന്നെ ഹീമോഗ്ലോബിനും എന്തൊക്കെയോ തകരാറുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഒരു ലോഡ് മരുന്ന് വാങ്ങി ഒരു ഹെൽത്തി ലഞ്ച് കഴിച്ച് നമ്മളെ വീട്ടിൽ പോയി. അപ്പൊ ഓക്കെടാ ബൈഡാ.